തമിഴ്നാട്ടിൽ ജീവിതത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണ് കോൺഗ്രസ് ഇപ്രാവശ്യം കളഞ്ഞുകുളിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയ് കോൺഗ്രസിനെ തങ്ങളുമായി സഖ്യമുണ്ടാക്കുന്നതിന് ക്ഷണിച്ചതാണ്. രാഹുൽ ഗാന്ധിക്കും ഇതിനോട് ഏതാണ്ട് യോജിപ്പായിരുന്നു. എന്നാൽ അവസാനം മല്ലികാർജുൻ ഖാർഗെയുടെയും ചിദംബരത്തിന്റെയും അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് മുന്നണി മര്യാദ പാലിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയായി DMK-യോട് ചേർന്ന് തിരഞ്ഞെടുപ്പ് നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അത് വലിയ നഷ്ടവും വലിയ അവസര നഷ്ടവുമാണ് കോൺഗ്രസിന് സമ്മാനിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി 35% വോട്ടുകളും 108 സീറ്റുകളുമായി ഇതുവരെ ചരിത്രത്തിലില്ലാത്ത വിജയുടെ പുതിയ പാർട്ടി TVK കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം വിജയ് വീണ്ടും കോൺഗ്രസിനെ തങ്ങളുമായി സഖ്യമുണ്ടാക്കാൻ ക്ഷണിച്ചു. അത് കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ രാഹുൽ വിജയ് സഖ്യത്തിൽ സർക്കാർ വരികയാണ്. ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കാൻ മറക്കല്ലേ. നിയമസഭയിൽ 1/3 സീറ്റുകളും ലോക്സഭയിൽ 2/3 സീറ്റുകളുമാണ് വിജയ് കോൺഗ്രസിന് ഓഫർ ചെയ്തത്. എന്നാൽ DMK ആകട്ടെ വെറും 28 സീറ്റുകളാണ് കോൺഗ്രസിന് മത്സരിക്കാൻ നൽകിയത്. അതുമാത്രവുമല്ല, പതിറ്റാണ്ടുകളായി DMK-യുമായി സഖ്യത്തിലുള്ള കോൺഗ്രസിനെ അവർ അധികാരത്തിൽ അടുപ്പിച്ചില്ല. അവരുമായി അധികാരം പങ്കുവയ്ക്കുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും അവസാനം DMK-യുമായി ചേർന്ന് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. മറിച്ച് വിജയുടെ പാർട്ടിയുമായി ചേർന്ന് മത്സരിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഏകദേശം 75 സീറ്റുകൾ നൽകിയേനെ. രാഹുലും വിജയും ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിരുന്നുവെങ്കിൽ 2/3 സീറ്റുകളിൽ കുറയാതെ അവർക്ക് ലഭിച്ചേനെ. കോൺഗ്രസിന് തനിച്ച് 40 മുകളിൽ സീറ്റുകൾ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. എന്നാൽ DMK മുന്നണിയുമായി ചേർന്ന് മത്സരിച്ച് വെറും 5 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. വിജയുടെ പാർട്ടി 108 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റുകൾക്ക് 10 സീറ്റുകളുടെ കുറവാണ് അവർക്ക് ഉള്ളത്. വിജയ് 2 മണ്ഡലത്തിൽ മത്സരിച്ചതിനാൽ 1 സീറ്റ് ഒഴിയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അവർക്ക് 107 സീറ്റും കേവല ഭൂരിപക്ഷത്തിന് 117 സീറ്റുകളുമാണ് വേണ്ടത്. അപ്പോഴും 10 സീറ്റുകളുടെ കുറവ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വിജയിയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. അത് കാണിച്ചുകൊണ്ട് അദ്ദേഹം X-ൽ എഴുതിയതാണ് ഇത്. ഞാൻ വിജയുമായി സംസാരിക്കുകയും TVK-യുടെ മിന്നുന്ന വിജയത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഈ ഫലം കാണിക്കുന്നത് അവഗണിക്കുകയില്ലാത്ത യുവജനങ്ങളുടെ ഉയരുന്ന ശബ്ദമാണ്. അതിനു മറുപടിയായി വിജയ് രാഹുൽ ഗാന്ധിയുടെ ട്വീറ്റ് കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയതാണ് ഇത്. ബഹുമാനപ്പെട്ട ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹം വിളിച്ചതിലും ആശംസ നൽകിയതിലും ഞാൻ വിനീതമായ നന്ദി അറിയിക്കുന്നു. നമ്മൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കണം. അതുപോലെ തമിഴ്നാടിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നതിന് കൂട്ടായ സഹകരണം ആവശ്യമാണ്. രാഷ്ട്രീയത്തിനതീതമായി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിക്കാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. ഇന്നലെ വിജയ് നേരിട്ട് രാഹുൽ ഗാന്ധിയെ വിളിക്കുകയും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട KC വേണുഗോപാൽ പറഞ്ഞത് കേട്ടുകൊള്ളൂ. About the Tamil Nadu political situation. Basically, post-election scenario. Honorable Congress President Mallikarjuna Kharge ji, LOP Lok Sabha Rahul Gandhi ji, in charge Girish Choudhary ji was there. The President of TVK, Thiru Vijay, has requested the INC for support to form a government in Tamil Nadu. INC is clear that the mandate in Tamil Nadu is for a secular government committed to protecting the constitutional letter and spirit. The INC is determined not to have the BJP and the proxies run the government of Tamil Nadu in any manner. Thiru Vijay has spoken about drawing inspiration from Perum Thalaivar Kamaraj also. Accordingly, the Congress leadership has directed the TNCC to take a final decision on Thiru Vijay's request, keeping in view the sentiments of the state reflected in the electoral verdict. അതായത് തീരുമാനം തമിഴ്നാട്ടിലെ കോൺഗ്രസിന് വിട്ടു നൽകിയിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമിഴ്നാടിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് ഗിരീഷ് ചൗദങ്കർ ഇതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേൾക്കാം. See, what you are saying is right. The large cadre of ours, many middle-level leaders
and our voters were strongly suggesting us, recommending us that we should go with TVK. So that was the feeling from the grassroots level, because they were maybe understanding everything. So I was only echoing their view, and central leadership was also aware of this situation. But because of the compulsion of India Alliance, and being DMK being a long time allies, most trusted allies of ours, the local leaders and the grassroots level leaders, they were feeling the strong feeling that they were giving us, if Rahul Gandhi ji, who has a large acceptance in Tamil Nadu, if he join campaign with Vijay and both of them works in Tamil Nadu, that will create a big impact and we can sweep the Tamil Nadu polls somewhere around 180, 190. That's what they were suggesting. അദ്ദേഹം പറഞ്ഞത് തമിഴ്നാട്ടിലെ ലോക്കൽ നേതാക്കൾക്ക് വിജയുമായി സഖ്യം ഉണ്ടാക്കുന്നതിന് ആയിരുന്നു ആഗ്രഹം. അവർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും വിജയും ചേർന്ന് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിരുന്നുവെങ്കിൽ 180-190 സീറ്റുകൾ സഖ്യമായി നേടാനാവും എന്നായിരുന്നു. പിന്നീട് ഉടനെ തന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നുചേർന്ന് ഒരു സൂം കോൾ നടത്തി. അതിൽ വ്യക്തമായ തീരുമാനമായി വിജയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നതിന്. വിജയ് ഒരിക്കലും BJPയെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. BJPയുമായി കൂടില്ല എന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. കോൺഗ്രസ് നിബന്ധന വച്ചത് BJPയുടെ പിന്തുണ തേടരുത് എന്നും AIADMK ഉൾപ്പെടെ ഒരു NDA കക്ഷികളുടെയും പിന്തുണ തേടരുതെന്നും ആണ്. അതുപോലെ തന്നെ 2 ക്യാബിനറ്റ് മന്ത്രി പദവികൾ ആവശ്യപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. VCK, CPI, CPM, മുസ്ലിം ലീഗ് എന്നീ കക്ഷികളെ വിജയുടെ പാർട്ടിക്ക് പിന്തുണ നൽകുന്നതിന് സമ്മതിപ്പിക്കാം എന്നും കോൺഗ്രസ് അറിയിച്ചു. നിലവിൽ കോൺഗ്രസിന്റെ 5 സീറ്റുകൾ കൂടി ലഭിക്കുമ്പോൾ 112 സീറ്റുകൾ ആയി. മുസ്ലിം ലീഗിന് 2 സീറ്റുകളാണ് ഉള്ളത്. അവർ കൂടി പിന്തുണ നൽകുകയാണെങ്കിൽ 114 ആയി. CPM-നും CPI-ക്കും 2 സീറ്റുകൾ വീതമാണ് ഉള്ളത്. അവരും പിന്തുണ നൽകുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ 117 സീറ്റുകൾക്ക് മുകളിലായി 118 സീറ്റ്. അതുപോലെ VCK-ക്കും 2 സീറ്റുകളുണ്ട്. അവർ കൂടി പിന്തുണ നൽകിയാൽ 120 സീറ്റുകളായി. തമിഴ്നാട്ടിലെ കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായാണ് TVKയ്ക്ക് പിന്തുണ നൽകുന്നതിന് തീരുമാനിച്ചത്. TVKയുമായി സഖ്യമുണ്ടാക്കണമെന്ന് ശക്തമായി വാദിച്ച കോൺഗ്രസിന്റെ ഡേറ്റ അനാലിസിസ് വിങ്ങിന്റെ പ്രവീൺ ചക്രവർത്തിയോട് ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. That the Congress, which has won just 4 seats, should go in and ally with Vijay, who's won more than 100 seats. Are you willing to do that? Is that what you want? Power sharing after 50 years? Is that the real aim? No, first, the Congress has won 5. 5, sorry, 5. 5. Second, see, I think we must understand the verdict. I think the verdict, what was the verdict about? The verdict was about change. The verdict was very clearly for Mr. Vijay, and the verdict was for secular politics. We must respect this verdict. I think we cannot disrespect this verdict through some, backdoor entry for, like you term power share or any such thing. So we must first respect the verdict. With that, having said that, it is also important that respecting the verdict means that we ensure that Mr. Vijay is able to fulfill the mandate that the people of Tamil Nadu have given him. അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ പിന്തുണയുള്ളതോ ആയ സർക്കാർ വരികയാണ്. സൗത്ത് ഇന്ത്യ മുഴുവൻ BJP മുക്തം ആവുകയാണ്. ഇനി തുടർന്നു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് DMK നൽകിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വിജയ് നൽകാൻ തയ്യാറാവും എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ കോൺഗ്രസിന്റെ ഒരു ഉയർച്ചയ്ക്ക് ഉള്ള സാധ്യത തെളിയുകയാണ്. നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നാളുകൾ തുടർച്ചയായി തമിഴ്നാട് ഭരിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസിനും TVKയ്ക്കും വന്നു ചേരുന്നത്. കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ DMKയുടെ വക്താവ് NDTVയോട് പറഞ്ഞത്. പക്ഷേ വാസ്തവം എന്താണ് എന്ന് വെച്ചാൽ അവരുടെ അധികാരം സംരക്ഷിക്കുന്നതിനു വേണ്ടി കോൺഗ്രസുമായി അധികാരം പങ്കിടാതെ കോൺഗ്രസിനെ അകറ്റി നിർത്തുകയും അതുവഴി ദുർബലപ്പെടുത്തുകയുമാണ് DMK കാലങ്ങളായി ചെയ്തു പോരുന്നത്. ഗത്യന്തരം ഇല്ലാത്തതിനാൽ കോൺഗ്രസ് ഇതെല്ലാം സഹിച്ച് അവരുമായി കൂട്ടുചേർന്നു പോന്നു എന്ന് മാത്രം. വിജയുടെ സത്യപ്രതിജ്ഞ
നാളെ 7-ാം തീയതി ഉണ്ടാവും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വിജയുമായി ചേർന്ന് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസ് എടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?